നമ്മുടെ അടുത്ത ടോപ്പിക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഡൗട്ട് തീർക്കാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അത് ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് അയച്ചു തരാം. അതാവും നന്നാവും നിങ്ങൾക്ക്. ഇതിൻ്റെ ഇടയിൽ കൂടെ പറയണില്ല കേട്ടോ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷനാണ്. ഓക്കെ, അപ്പോൾ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഇതാണ്. എന്തുകൊണ്ടാണ് സ്പിയർമാൻസ് ഉപയോഗിക്കുന്നതെന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ച എന്തായിരുന്നു? കാൾപേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആയിരുന്നു അല്ലേ? തൊട്ട് മുന്നേ പഠിച്ച ഇക്വേഷൻസ് ഓർമ്മയില്ലേ? നമ്മൾ പഠിച്ച ഇക്വേഷന് ഇപ്പോൾ നമ്മൾ പഠിച്ചത് നമ്മൾ പഠിച്ചില്ലേ? കാൾ പിയേഴ്സൺ എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ പഠിച്ചില്ലേ? ഇതേപോലെ സമ്മേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് തൊട്ട് മുന്നേ പഠിച്ച ഇക്വേഷൻ അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഈസ് അപ്ലിക്കബിൾ വെൻ വേരിയബിൾസ് ആർ മെഷേർഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ഫോം. ക്വാണ്ടിറ്റേറ്റീവ് വൈസ്, അതായത് ക്വാണ്ടിറ്റി വൈസിൽ. ക്വാണ്ടിറ്റി പറഞ്ഞപ്പോൾ നമ്മൾ 1, 2, 3, 4 ഒക്കെ ഉണ്ടില്ലേ? അതാണ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ഫോമിലാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? റാങ്ക് കോറിലേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഇൻ മെനി കേസസ് മെഷർമെൻറ്റ്സ് ഈസ് നോട്ട് പോസിബിൾ ബിക്കോസ് ദേ ആർ ഇൻ ക്വാളിറ്റേറ്റീവ്. ഇത് ക്വാണ്ടിറ്റേറ്റീവ് അല്ല കേട്ടോ, ക്വാളിറ്റേറ്റീവ് ഫോമാണ്. ഓക്കെ, ക്വാളിറ്റേറ്റീവ് ഫോമിലായിരിക്കും. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, വി കനോട്ട് മെഷർ ദ ബ്യൂട്ടി ഓർ ഇൻ്റലിജൻസ് ക്വാണ്ടിറ്റേറ്റീവ്ലി അല്ലേ? ഒരാൾക്ക് എത്രത്തോളം ഇൻ്റലിജൻസ് ഉണ്ടെന്ന് നമുക്ക് നമ്പർ വെച്ചിട്ട് പറയാൻ പറ്റില്ല. എത്രത്തോളം അയാൾക്ക് ഭംഗി ഉണ്ടെന്നല്ലോ നമ്പർ വെച്ചിട്ട് പറയാൻ പറ്റില്ല. ബട്ട് ഇറ്റ് മേ ബി പോസിബിൾ ഇൻ ദെയർ കേസ് ടു റാങ്ക് ദ ഇൻഡിവിജ്വൽസ് ഇൻ സം ഓർഡർ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? റാങ്ക് വെച്ചിട്ടില്ലേ? ഇപ്പോൾ ഇൻ്റലിജൻസ് ഒക്കെ മെഷർ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഇപ്പോൾ നമുക്ക് ഒരു മെമ്മറി ടെസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ അയാൾക്ക് എത്രത്തോളം മെമ്മറി ടൈം ഉണ്ടെന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ അവരെ റാങ്ക് ചെയ്യാൻ പറ്റും. റാങ്ക് ചെയ്തിട്ട് ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് റാങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ദ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ റാങ്ക് സോ ഒബ്റ്റെയിൻഡ് ഈസ് കോൾഡ് റാങ്ക് കോറിലേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്ര എഴുതുക കേട്ടോ. റാങ്ക് കോറിലേഷൻ എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് റാങ്ക് കോറിലേഷൻ അല്ല എഴുതേണ്ടത്, സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കേട്ടോ. സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതുവരെ എഴുതുക. ഓക്കെ, ഇതുവരെ എഴുതുക കേട്ടോ. അതുവരെ എഴുതുക. എഴുതിയിട്ടുണ്ടാവും. ഇനി താഴെ എഴുതുക ഫോർമുല ഓഫ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞിട്ട്. ഫോർമുല ഓഫ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് 1 - 6 സിഗ്മ d² by n into n² minus 1. എന്നിട്ട് d is the difference between ranks and n number of items. ഇത്ര എഴുതുക കേട്ടോ. ഇത്ര മാത്രം, ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഇവിടെ ക്വസ്റ്റ്യൻ കേട്ടോ. The ranking of 10 individuals at the start and at the finish of a course of training are as follows. ഓക്കെ, അപ്പോൾ റാങ്ക് അതായത് എന്താണ്? റാങ്ക് മുൻപുള്ളതും റാങ്ക് കഴിഞ്ഞിട്ടുള്ളതും, ട്രെയിനിങ്ങിന് മുൻപുള്ളതും അത് കഴിഞ്ഞിട്ടുള്ളതുള്ള റാങ്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ABCDFG എത്ര ആൾക്കാരുണ്ട്? 10 ആൾക്കാരുണ്ട്. 10 ആൾക്കാരത് ബിഫോറും ആഫ്റ്ററും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ്. റാങ്ക് തന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് കാണാൻ പറയുക? സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണാൻ പറയാം. ഇതെന്താണ്? കോറിലേഷൻ കാണാനുള്ളൊരു മെത്തേഡാണ് അല്ലേ? എപ്പോഴാണ് അത് യൂസ് ചെയ്യുന്നത്? റാങ്കുകളായിട്ട് തരുമ്പോൾ. അപ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, ക്വസ്റ്റ്യൻ എഴുതുക. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. ഇനി നമ്മൾ ആൻസർ ആട്ടോ. ആൻസർ എന്ന് പറഞ്ഞിട്ട് നോക്കുക. റാങ്ക് ബിഫോർ, റാങ്ക് ആഫ്റ്റർ നമുക്ക് തന്നിട്ടില്ലേ? ഇതിൽ ഇങ്ങനെ റാങ്കുകൾ തന്നിട്ടില്ലേ? ഈ റാങ്കിന് നമ്മൾ എന്ത് ചെയ്തു? 2 കോളമാക്കി എഴുതി. ഇത്രയേ ഉള്ളൂ. അടുത്ത കോളത്തിൽ റാങ്ക് ഡിഫറൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റത്തെ റാങ്കിൽ നിന്ന് സെക്കൻഡ് റാങ്ക് മൈനസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ തിരിച്ചായാലും കുഴപ്പമില്ല, ഈ 2 റാങ്കുകളും തമ്മിൽ മൈനസ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിവിടെ വിചാരിക്കും 1 - 6 ശരിക്കും -5 അല്ലേ? ഇവിടെ എന്തുകൊണ്ട് 5 കൊടുത്തത്? അതൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. ഇവിടെ പറയുന്നത് എന്താണ്? 2 റാങ്കും തമ്മിലുള്ള ഡിഫറൻസ് കാണാൻ. 2 റാങ്കും തമ്മിലുള്ള ഡിഫറൻസ് എത്രത്തോളം ഡിഫറൻസ് ഉണ്ട്? അപ്പോൾ 1ഉം 6ഉം തമ്മിൽ എത്ര ഡിഫറൻസ്? 5 മാറ്റുണ്ട് അല്ലേ? 6ഉം 8ഉം തമ്മിൽ 2, 3ഉം 3ഉം ഒരേപോലെയാണ് 0, 9ഉം 2ഉം തമ്മിൽ 7, 5ഉം 7ഉം തമ്മിൽ 2, 2ഉം 10ഉം തമ്മിൽ 8. സംശയമില്ലല്ലോ അതിൽ? 7ഉം 5ഉം തമ്മിൽ 2, 10ഉം 9ഉം തമ്മിൽ 1, 8ഉം 4ഉം തമ്മിൽ 4, 4ഉം 3ഉം തമ്മിൽ 3. ഓക്കെ, അതാണ് റാങ്ക് ഡിഫറൻസ്. ഇനി അടുത്ത് എന്താണ്? d² എന്ന് കണ്ടോ? d² പറഞ്ഞാൽ നമുക്ക് റാങ്ക് ഡിഫറൻസ് ആണ് d. ഇതിൻ്റെ സ്ക്വയർ 5ൻ്റെ സ്ക്വയർ 25, 2ൻ്റെ 4, 0ൻ്റെ 0, 7ൻ്റെ 49, 2ൻ്റെ 4, 8ൻ്റെ 64, 2ൻ്റെ 4, 1ൻ്റെ 1, 4ൻ്റെ 16, 3ൻ്റെ 9. ഓക്കെ, അപ്പോൾ d² പറഞ്ഞാൽ 176. ഇതാ കിട്ടുന്നത് 176 കിട്ടി. ഇനി റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്താ ഇക്വേഷന്? 1 - നമ്മൾ ഇക്വേഷൻ തൊട്ട് മുന്നേ എഴുതില്ല. 1 - 6 into sigma d² by n into n² minus 1. ഇവിടെ ശ്രദ്ധിക്കട്ടോ.
ഡി സ്ക്വയർ, എല്ലാ ഡി സ്ക്വയറിനെയും സമ്മ് ചെയ്തെഴുതി 176. അതാണ് ഇവിടെ പറയുന്നത് സമ്മേഷൻ ഡി സ്ക്വയർ. സംശയമില്ലല്ലോ നിങ്ങൾക്ക്, വേണമെങ്കിൽ ചിലപ്പോൾ സിഗ്മ എന്നാവും പറയുന്നത്, കുഴപ്പമില്ല. എന്താണ്, എല്ലാ ഡി സ്ക്വയറിനെയും സമ്മ് ചെയ്യുന്നു, സമ്മേഷൻ ഡി സ്ക്വയർ 176 എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് ഐറ്റംസ്, എത്ര ഐറ്റം ഉണ്ട് നിങ്ങൾ എണ്ണുമ്പോൾ. എന്താണ്, ഇവിടെയും കുറേ ആൾക്കാരാണ്, അങ്ങനെ എണ്ണരുത്. എത്ര ആൾക്കാരെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുന്നു, 1 2 3 4 5 6 7 8 9 10 10 ആൾക്കാർ അല്ലേ. എത്ര, 10 10 × 10 സ്ക്വയർ -1, 10 സ്ക്വയർ പറഞ്ഞാൽ 100, 100 - 1. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇത് സോൾവ് ചെയ്യുമ്പോൾ 6 × 176 1056 ഡിവൈഡ് ബൈ 10 × 99 കിട്ടിയ ആൻസർ. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ 1 - 1.07 വിച്ച് ഇസ് ഈക്വൽ ടു -0.07 കിട്ടി. അപ്പോൾ ഇതാണ് എന്ത്, കോറിലേഷൻ അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ എഴുതുക കേട്ടോ. അത്ര പേര് എഴുതുക. ഓക്കെ ഓക്കെ, അപ്പോൾ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്, 10 കോമ്പറ്റീറ്റേഴ്സ് ഇൻ എ ബ്യൂട്ടി കോൺടെസ്റ്റ് ആർ റാങ്ക്ഡ് ബൈ 3 ജഡ്ജസ് ഇൻ ദ ഫോളോയിങ് ഓർഡർ. ഓക്കെ, 10 ആൾക്കാരുണ്ട്. അപ്പോൾ 3 ആൾക്കാർ എന്ത് ചെയ്തു, അവരെ ജഡ്ജ് ചെയ്തു. 3 ആൾക്കാർ ജഡ്ജ് ചെയ്തു, അവരെ റാങ്ക് എങ്ങനെയാണ് ജഡ്ജ് ചെയ്യും. അപ്പോൾ വീഡിയോ പോസ് ചെയ്ത് ഈ ഒരു സെൻറ്റൻസ് എഴുതുക. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും ക്വസ്റ്റ്യൻ കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ജഡ്ജ് റാങ്ക് ചെയ്തത് ഇങ്ങനെയാണ്, സെക്കൻഡ് ജഡ്ജ് ഇങ്ങനെയാണ്, തേർഡ് ജഡ്ജ് ഇങ്ങനെയാണ്. അപ്പോൾ 3 ഉണ്ട്, റാങ്ക് ആട്ടോ ഇവിടെ പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താണ്, റാങ്ക് ആണ്. ഓക്കെ, റാങ്ക് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്, ഇനി തരാത്ത നമ്മൾ ചെയ്യും കേട്ടോ. നമുക്ക് ചെയ്യാം, പടം നിൽക്കട്ടെ. യൂസ് ദ കോറിലേഷൻ കോഎഫിഷ്യന്റ് ടു ഡിസ്കസ് വിച്ച് പെയർ ഓഫ് ജഡ്ജസ് ഹാവ് നിയറസ്റ്റ് അപ്രോച്ച് ടു കോമൺ ടേസ്റ്റ് ഇൻ ബ്യൂട്ടി. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, നോക്ക്, 3 ആൾക്കാർ അവരെന്ത് ചെയ്തിട്ടുണ്ട്, റാങ്ക് ഇട്ടിട്ടുണ്ട്. 3 ആൾക്കാർ റാങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ജഡ്ജുകൾ തമ്മിലാണ് സിമിലാരിറ്റി ഉള്ളത്, മനസ്സിലായോ? 3 ആൾക്കാർ എന്ത് ചെയ്തു, അവർക്ക് റാങ്ക് കിട്ടും. 10 ആൾക്കാർ ഇങ്ങനെ വന്ന് ബ്യൂട്ടി കോൺടെസ്റ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ എന്താണ് അവിടെ മത്സരിക്കുകയാണ്. അപ്പോൾ 3 ജഡ്ജസ് എന്ത് ചെയ്തു, അവർക്ക് റാങ്ക് കിട്ടും. അവരുടെ എന്താ പറയുക, കാഴ്ചപ്പാടിൽ റാങ്ക് കിട്ടുമല്ലോ, അവരത് റാങ്ക് കിട്ടും. അപ്പോൾ ഏതൊക്കെ ജഡ്ജുകൾ തമ്മിലാണ് സിമിലാരിറ്റീസ് ഉള്ളത്. ഓക്കെ, ഏതൊക്കെ ജഡ്ജസ് ആണ് ഏകദേശം ഒരേപോലെ റാങ്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് കേട്ടോ പറയുന്നത്. ക്വസ്റ്റ്യൻ അതാണ്. അപ്പോൾ നിങ്ങൾ ഇത് എഴുതുക, ക്വസ്റ്റ്യൻ എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ ഓരോ പെയർ ജഡ്ജിനെ ആക്കണമല്ലോ. ആദ്യം നമ്മൾ ഫസ്റ്റ് ജഡ്ജും സെക്കൻഡ് ജഡ്ജും തമ്മിൽ കമ്പയർ ചെയ്യണം. പിന്നെ ഫസ്റ്റ് ജഡ്ജും തേർഡ് ജഡ്ജും തമ്മിൽ കമ്പയർ ചെയ്യണം. പിന്നെ സെക്കൻഡ് ജഡ്ജും തേർഡ് ജഡ്ജും തമ്മിൽ കമ്പയർ ചെയ്യണം. വേണ്ട, രണ്ട് ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യണ്ടേ, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഏതൊക്കെ ആൾക്കാരാണ് ഒരേപോലെ ഉള്ളതെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ജഡ്ജിനെയും സെക്കൻഡ് ജഡ്ജിനെയും കേട്ടോ കമ്പയർ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ജഡ്ജിനെയും സെക്കൻഡ് ജഡ്ജിൻ്റെയും എഴുതി, റാങ്ക് ഡിഫറൻസ് എഴുതി, ഡി സ്ക്വയർ എഴുതി. ഇതിലൊന്നും സംശയമില്ല, തൊട്ട് മുന്നേ ചെയ്ത അതേപോലെ തന്നെ റാങ്ക് കോറിലേഷൻ കണ്ടു. കിട്ടുന്ന ആൻസർ -0.21. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്ത് ഇത്രയും എഴുതാം കേട്ടോ. സംശയമൊന്നുമില്ലല്ലോ, ഡി കാണാനൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ. എന്തെങ്കിലും സംശയം നിങ്ങൾ ചോദിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് എഴുതിയിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റും സെക്കൻഡും നമ്മൾ കണ്ടുല്ലേ. ഇനി നമ്മൾ ഫസ്റ്റ് ജഡ്ജിനെയും തേർഡ് ജഡ്ജിനെയും തമ്മിൽ കമ്പയർ ചെയ്യാണ്. ഫസ്റ്റ് ജഡ്ജിനെയും തേർഡ് ജഡ്ജിനെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 0.636 ആണ്. 0.636 ആണ് എന്ത് കിട്ടുന്നത്, ആൻസർ കിട്ടുന്നത് 0.636. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്തതും കൂടെ എഴുതാം, എഴുതിയിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, അടുത്തത് നമ്മൾ എന്താ കമ്പയർ ചെയ്യേണ്ടത്, സെക്കൻഡ് ജഡ്ജിനെയും തേർഡ് ജഡ്ജിനെയും കമ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഇതുവരെ എഴുതാം. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. ഇനി എന്ത് ചെയ്യുക, ഇതും കൂടെ എഴുതാം കേട്ടോ. ഇതും കൂടെ എഴുതാം, വീഡിയോ പോസ് ചെയ്തിട്ട് ഇതും കൂടെ എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 3 ആൾക്കാരത് കിട്ടിയില്ലേ. ആരൊക്കെ അത് കിട്ടി, ഫസ്റ്റ് ജഡ്ജിനെയും സെക്കൻഡ് ജഡ്ജിനും തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ കിട്ടിയ എത്രയാണ്, -0.21 കിട്ടി. ഫസ്റ്റ് ജഡ്ജിനെയും തേർഡ് ജഡ്ജിനെയും കമ്പയർ ചെയ്തപ്പോൾ 0.636 കിട്ടി. ഇനിയോ സെക്കൻഡ് ജഡ്ജിനെയും തേർഡ് ജഡ്ജിനെയും കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ -0.30 കിട്ടി. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കോറിലേഷൻ ആർക്കാണ്, രണ്ടാൾക്കാർ തമ്മിൽ ഏറ്റവും വലിയ വാല്യൂ വരുമ്പോഴല്ലേ കൂടുതൽ റിലേഷൻ ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഏറ്റവും വലിയ വാല്യൂ ഇതിലേതാ കിട്ടിയത്, 0.636 ആണ് നമുക്ക് കിട്ടുന്ന കോറിലേഷൻ കോഎഫിഷ്യന്റ് ഏറ്റവും വലുതില്ലേ. അപ്പോൾ ഇവർ തമ്മിലല്ലേ നല്ല കൂടുതൽ ബന്ധമുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇത് എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് നോക്ക്, ദ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഇൻ ദ കേസ് ഓഫ് 1 and 3 ജഡ്ജസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ അതർ 2 പെയേഴ്സ് അല്ലേ. 1ഉം 3ഉം അല്ലേ, ഒരു മിനിറ്റ്, 1ഉം 3ഉം ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, കിട്ടുന്ന ആൻസർ 0.636 ആണ് കിട്ടിയത് അല്ലേ. ബാക്കിയൊക്കെ ചെറിയ നമ്പേഴ്സാണ്. ഓക്കെ, എന്താ പറയണത്, ദ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഇൻ ദ കേസ് ഓഫ് 1 and 3 ജഡ്ജ് ഈസ് ഗ്രേറ്റർ ദാൻ
the other two pairs. Therefore, 1 and 3 judges have highest similarity of thought and have the nearest approach to the common taste in beauty. അല്ലേ, രണ്ടാളും ഒരേപോലെ മാർക്കിടെങ്കിൽ അവരെ കാഴ്ചപ്പാടിലൊരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഏകദേശം സിമിലർ ആവില്ലേ? അല്ലേ, അവരെ കാഴ്ചപ്പാടുകൾ എന്താണ്? സിമിലാരിറ്റി ഉള്ളത് കൊണ്ടാണ് അവരെന്ത് ഒരേപോലെ റാങ്കുകൾ ഏകദേശം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജഡ്ജ് 1നും 3ക്കുമാണ് എന്തുള്ളത്? ഒരേപോലത്തെ ചിന്ത ഉള്ളത് അല്ലേ? ഓക്കെ, കിട്ടിയില്ലേ? നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഇതും കൂടെ എഴുതാം കേട്ടോ. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യന്, ഫൈൻഡ് ദ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ പോവേർട്ടി ആൻഡ് ഓവർ ക്രൗഡിങ് ഫ്രം ദ ടേബിൾ ഗിവൺ ബിലോ. അതായത് പോവേർട്ടിയും ഓവർ ക്രൗഡിങ്ങും തമ്മിൽ എന്തെങ്കിലും സാമ്യത ഉണ്ടോ, എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം നമുക്ക് ടൗൺ ABCD അതായത് 10 ടൗൺ തന്നിട്ടുണ്ട്. അതിൽ പോവേർട്ടീൻ്റെ ഒരു റാങ്കും പോവേർട്ടി എത്രയും തന്നിട്ടുണ്ട്, ഓവർ ക്രൗഡിങ്ങും തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ എന്ത് തന്നിട്ടില്ല? ഓക്കെ, റാങ്കിനെ കുറിച്ച് ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ? ക്വസ്റ്റ്യനിൽ റാങ്ക് ബേസ് അല്ല തന്നിട്ടുള്ളത്. കഴിഞ്ഞ 2 ക്വസ്റ്റ്യനിലും എന്തുണ്ടായിരുന്നു നോക്ക്, ദ റാങ്കിങ് ഓഫ് 10 ഇൻഡിവിജ്വൽസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 10 കോമ്പറ്റീറ്റേഴ്സ് ഇൻ എ ബ്യൂട്ടി കോൺടെസ്റ്റ് റാങ്ക്ഡ് ബൈ 3 ജഡ്ജസ് ഇൻ ദ ഫോളോയിങ് ഓർഡർ. 2 ക്വസ്റ്റ്യനിലും എന്താ നമുക്ക് പറഞ്ഞിട്ടുള്ളത്? ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് റാങ്ക് തന്നിട്ടുണ്ട്, നമ്മൾ അതിന് റാങ്ക് കോറിലേഷൻ കണ്ടുപിടിക്കാനാണ് തന്നിട്ടുള്ളത്. 2 ക്വസ്റ്റ്യനിലും എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? റാങ്കുകളായിരുന്നു. ഇവിടെ നമുക്ക് റാങ്ക് ആണ് തന്നിട്ടുള്ളതെന്നൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ? റാങ്ക് ആണ് തന്നിട്ടുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. എന്താ തന്നിട്ടുള്ളത്? അവിടെ പോവേർട്ടിയും ഓവർ ക്രൗഡിനെ കുറിച്ച് മാത്രമാണ് തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാവും. മറ്റുള്ള ക്വസ്റ്റ്യനിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് തന്നെ റാങ്ക് ആയിരുന്നു. അപ്പോൾ നമുക്ക് നേരിട്ട് ഇക്വേഷൻ കൊടുത്താൽ മതി. ഇവിടെ എന്ത് തന്നിട്ടില്ല? റാങ്ക് തന്നിട്ടില്ല നമ്മളോട്. പക്ഷേ റാങ്ക് കോറിലേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് ആദ്യം റാങ്ക് കണ്ടുപിടിക്കണം. മനസ്സിലായില്ലേ? എന്താണ് റാങ്ക് കോറിലേഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്ത് തന്നിട്ടില്ല? ഇവിടെ റാങ്ക് ആണ് തന്നതെന്ന് പറഞ്ഞിട്ടില്ല. മറ്റേ 2 ക്വസ്റ്റ്യൻ നോക്ക്. ദ റാങ്കിങ് ഓഫ് 10 ഇൻഡിവിജ്വൽസ് അറ്റ് എ സ്റ്റാർട്ട് ആൻഡ് അറ്റ് ദ ഫിനിഷ് ഓഫ് എ കോഴ്സ് ഓഫ് എ ട്രെയിനിങ് ആർ ആസ് ഫോളോസ്. റാങ്ക് ആണ് തന്നിട്ടുള്ളത്. 10 കോമ്പറ്റീറ്റേഴ്സ് ഇൻ എ ബ്യൂട്ടി കോൺടെസ്റ്റ് ആർ റാങ്ക്ഡ് ബൈ 3 ജഡ്ജസ് ഇൻ ദ ഫോളോയിങ് ഓർഡർ. അവർ റാങ്ക് ചെയ്ത താഴെ പറയുന്ന ഓർഡറിലാണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണ്? റാങ്ക് ആണ്. പക്ഷെ ഇവിടെ എന്തല്ല തന്നിട്ടുള്ളത്? റാങ്ക് അല്ല തന്നിട്ടുള്ളത്. നമുക്ക് സാധാ പോലെ തന്നിട്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റാങ്ക് കോറിലേഷൻ കാണാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റാങ്ക് കോറിലേഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. റാങ്ക് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം നമ്മൾ റാങ്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ റാങ്ക് കണ്ടുപിടിക്കാനുള്ള സ്ഥിതി നമുക്ക് 2 ആൾക്കാർ 2 സെറ്റ് ഓഫ് ഡാറ്റേൻ്റെ റാങ്ക് കണ്ടുപിടിക്കണം. ഫസ്റ്റ് സെറ്റ് എന്താണ്? പോവേർട്ടി. രണ്ടാമത്തെ എന്താണ്? ഓവർ ക്രൗഡിങ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് നമ്മൾ പോവേർട്ടീൻ്റെ റാങ്ക് കണ്ടുപിടിക്കണം, പിന്നെ നമ്മൾ ഓവർ ക്രൗഡിങ്ങിൻ്റെ റാങ്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ടൗൺ ABCDFGH എഴുതി. ഈ അതേ ഓർഡറിൽ ഇവിടെ എഴുതി. ഇനി പോവേർട്ടിന്ന് എഴുതി. പോവേർട്ടീൻ്റെ വാല്യൂസ് എന്താണ്? 17, 13, 15, 16 ആ വാല്യൂസ് നമ്മൾ താഴത്തേക്ക് എഴുതി. ഇനി അതിൻ്റെ റാങ്ക് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ റാങ്ക് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയ നമ്പറിന് എന്ത് ചെയ്യുക? 1 കൊടുക്കുക. ഇവിടെ ഏറ്റവും വലുത് ഏതാണ്? ഈ സെറ്റ് ഓഫ് ഡാറ്റയിൽ ഏറ്റവും വലുത് 17. 17 1 കൊടുത്തു. തൊട്ടടുത്ത വലിയ നമ്പർ ഏതാ വരുന്നത്? 16 2 കൊടുത്തു. പിന്നെ ഏതാ വരുന്നത്? 15 3 കൊടുത്തു. പിന്നെയോ അടുത്ത 14 4 കൊടുത്തു. പിന്നെയോ 13 5 കൊടുത്തു. പിന്നെ 12 6 കൊടുത്തു. 11 7 കൊടുത്തു. 9 8 കൊടുത്തു. പിന്നെ അടുത്ത് വരുന്ന നമ്പർ 7 എത്ര കൊടുത്തു? 9 കൊടുത്തു. പിന്നെ 6 എത്ര കൊടുത്തു? 10 കൊടുത്തു. സംശയമില്ലല്ലോ. നമ്മൾ സാധാ പോലത്തെ നമ്മൾ ക്ലാസ്സിൽ എങ്ങനെയാണ് കുട്ടികളെ മാർക്ക് ഇട്ടിട്ട് റാങ്ക് കിട്ടുക? ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടിക്ക് ഫസ്റ്റ് റാങ്ക്, പിന്നെ തൊട്ടടുത്ത മാർക്ക് കിട്ടിയ കുട്ടിക്ക് സെക്കൻഡ് റാങ്ക്, പിന്നെ അടുത്ത കുട്ടിക്ക് തേർഡ് റാങ്ക്. അങ്ങനെയല്ല നമ്മൾ കൊടുക്കുക. അതന്നെ അത്രയേ ഉള്ളൂ കേട്ടോ. അവിടെയും നമ്മൾ എന്ത് ചെയ്തു? റാങ്ക് കൊടുത്തു. അപ്പോൾ ഫസ്റ്റത്തെ ആളെ റാങ്ക് നമുക്ക് സെറ്റായി അല്ലേ? പോവേർട്ടീൻ്റെ റാങ്ക് സെറ്റായി. അടുത്ത എന്താണ്? ഓവർ ക്രൗഡിങ്ങിൻ്റെ റാങ്ക് നമ്മൾ കണ്ടുപിടിക്കും. അതും ഇതേപോലെ വാല്യൂസ് എഴുതി നമ്മളതിൻ്റെ റാങ്ക് ഏറ്റവും വലിയ നമ്പറിന് ഫസ്റ്റ് റാങ്ക് കൊടുത്തു, പിന്നെ അടുത്ത ആൾക്ക് സെക്കൻഡ് റാങ്ക് കൊടുത്തു, പിന്നെ തൊട്ടടുത്ത് വരുന്ന ആൾക്ക് തേർഡ് റാങ്ക്, പിന്നെ ഫോർത്ത്, അങ്ങനെ എന്ത് ചെയ്തു? കൊടുത്തു. ഏറ്റവും കുറവുള്ള ആൾക്ക് ലാസ്റ്റത്തെ റാങ്കാണ് വരിക. സംശയമില്ലല്ലോ? അതിലൊന്നും സംശയം ഉണ്ടാവില്ല നിങ്ങൾക്ക്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? റാങ്ക് ഇപ്പോൾ 2 സെറ്റിൻ്റെ റാങ്ക് കിട്ടിയില്ലേ? നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ ഡയറക്റ്റ് ആയിട്ട് റാങ്ക് തന്നിരുന്നു. അപ്പോൾ നമുക്ക് ആ റാങ്ക് അങ്ങോട്ട് മൈനസ് ചെയ്ത് ഇക്വേഷനിൽ കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ എന്ത് തന്നിട്ടില്ല? റാങ്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആദ്യം റാങ്ക് കണ്ടുപിടിച്ചു. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്? അത് മൈനസ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടോ ഡിഫറൻസ് എഴുതിയിട്ടുള്ളത്? അത് ഏത് തമ്മിലാണ് മൈനസ് ചെയ്യേണ്ടത്? കണ്ടോ? ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ 2 റാങ്കുകൾ കണ്ടുപിടിച്ചു അല്ലേ? ഈ റാങ്കും കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്ക്. ഈ റാങ്ക് ഏതാ? 1 ഉം 2 തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്.
5ഉം 1ഉം തമ്മിൽ ഡിഫറൻസ് 4 ആണ്. 3യും 3യും തമ്മിൽ ഡിഫറൻസ് 0 ആണ്. 2ഉം 5ഉം തമ്മിൽ ഡിഫറൻസ് 3 ആണ്. 10ഉം 8ഉം തമ്മിൽ ഡിഫറൻസ് 2 ആണ്. 7ഉം 7ഉം തമ്മിൽ ഡിഫറൻസ് 0 ആണ്. 4ഉം 4ഉം തമ്മിൽ ഡിഫറൻസ് 0 ആണ്. 8ഉം 6ഉം തമ്മിൽ ഡിഫറൻസ് 2 ആണ്. 9ഉം 10ഉം ഡിഫറൻസ് 1 ആണ്. 6ഉം 3യും ഡിഫറൻസ് 3 ആണ്. ഓക്കെ, ഡിഫറൻസ് കണ്ടുപിടിച്ചു, അതിൻ്റെ സ്ക്വയറും കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് 44 ആണ് കിട്ടുന്നത്. അപ്പോൾ വീഡിയോ പോസ് ചെയ്ത് ഇത്രയും എഴുതാം. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. ഇനി റാങ്ക് കോറിലേഷൻ കാണുമ്പോൾ 1 മൈനസ് ഇക്വേഷൻ എഴുതി. 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ. സിഗ്മ ഡി സ്ക്വയർ പറഞ്ഞാൽ 44 ആണ്, അത് എഴുതി. n പറഞ്ഞാൽ 10 ആണ് അല്ലേ, 10 ഒബ്സർവേഷൻസ് അല്ലേ തന്നിട്ടുള്ളത്, അത് എഴുതി. 0.733 കിട്ടി. ഓക്കെ, വീഡിയോ പോസ് ഇത്രയും കൂടി എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ എന്താ പറയുക കുറേ സ്ലോ ആയിട്ടാണ് പറയാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടിയിട്ടോ കാണാട്ടോ. അല്ലാത്തവർക്ക് മനസ്സിലാവാത്തവരുണ്ടാവില്ലേ, എല്ലാവരും ഒരേപോലെ പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല, അതുകൊണ്ടാട്ടോ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞാൽ അടുത്ത ടോപ്പിക്കാണ് റിപ്പീറ്റഡ് റാങ്ക്, ടൈൻ റാങ്ക്സ്. അതായത് റാങ്കുകൾ ഇപ്പോൾ നോക്കുക, ഒരേപോലത്തെ 2 റാങ്കുകൾ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവും കേട്ടോ, എങ്ങനെയാണ് ഒരേപോലത്തെ റാങ്ക് വരിക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇക്വേഷൻ എഴുതി വയ്ക്കുക. ഇത്രയും എഴുതിയിട്ട് ഇക്വേഷൻ എഴുതി വയ്ക്കുക. ഓരോന്നും എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എം സ്റ്റാൻഡ്സ് ഫോർ നമ്പർ ഓഫ് ടൈംസ് ഈച്ച് വാല്യൂ റിപ്പീറ്റ്സ്. അതൊക്കെ എഴുതി വയ്ക്കുക. എത്ര എഴുതി വയ്ക്കാൻ മതി, ഇക്വേഷൻ ഈ ഭാഗം എഴുതി വയ്ക്കുക. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കറക്റ്റ് മനസ്സിലാവും അത് എന്താണെന്നുള്ളത്. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. എന്താണ്? ഒബ്റ്റെയിൻ ദ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഫോർ ദ ഫോളോയിങ് ഡാറ്റ. റാങ്ക് കോറിലേഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. എക്സും വൈയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ പറഞ്ഞത് റാങ്ക് ആണ് കാണാൻ തന്നിട്ടുള്ളത്, ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ. അതായത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് റാങ്ക് അല്ല, റാങ്ക് കോറിലേഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇത് റാങ്ക് അല്ല തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കണം. തൊട്ട് മുന്നേ ചെയ്ത പോലെ തന്നെ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ റാങ്ക് ഡാറ്റയല്ല, നമ്മൾ ഈ ഡാറ്റയിൽ നിന്നും എന്ത് കണ്ടുപിടിക്കണം, റാങ്ക് കണ്ടുപിടിക്കണം. സംശയമില്ലല്ലോ, നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഒബ്റ്റെയിൻ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഫോർ ദ ഫോളോയിങ് ഡാറ്റ. അതേ പറഞ്ഞിട്ടുള്ളൂ, തന്നിട്ടുള്ളത് റാങ്കുകളാണെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതെഴുതുക. വീഡിയോ പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ എഴുതുക. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ റാങ്ക് കാണാൻ പോവാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞതിലൊക്കെ നമുക്ക് എന്താണ് അതായത് ഇതിലെ ഡാറ്റകൾ റിപ്പീറ്റ് ചെയ്തിരുന്നില്ല. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പോൾ 20 മാർക്ക് എക്സാം 20 ഉള്ള കുട്ടിയുണ്ട്, 19 ഉള്ള കുട്ടിയുണ്ട്, 18 ഉള്ള കുട്ടിയുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുമ്പോൾ റാങ്ക് ഇടാൻ സുഖമാണ്. ഓക്കെ, പക്ഷേ എന്താണ്, ഇപ്പോൾ ഒരു കുട്ടിക്ക് രണ്ട് കുട്ടിക്ക് 20 മാർക്ക് കിട്ടി. അപ്പോൾ നമ്മൾ സാധാരണ 2 കുട്ടിക്കും ഫസ്റ്റ് റാങ്ക് എന്നാണ് പറയുക, അങ്ങനെയല്ലേ പറയുക. പക്ഷേ ഇതിൽ നമ്മൾ ജസ്റ്റ് റാങ്ക് കൊടുക്കുന്നതിൽ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ നോക്ക്, ഫസ്റ്റത്തെ നമ്മൾ എഴുതിയിട്ടുണ്ട്, എക്സ് വാല്യൂസ് ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. ഇതിൽ ഏത് ഏറ്റവും വലിയ നമ്പർ 80 ആണ്. അതിന് ഫസ്റ്റ് റാങ്ക് കൊടുത്തു, സംശയമൊന്നുമില്ല. അടുത്ത റാങ്ക് ഏതാണ്, 75ഉം 2 റാങ്ക്, അടുത്ത നമ്പർ 75 75 വരുന്നുണ്ട് അല്ലേ. പിന്നെ 64 3 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഇതിന് റാങ്ക് കണ്ടുപിടിക്കേണ്ട രീതി കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അറിയോ, നിങ്ങൾ എക്സാമിനോ നിങ്ങൾ ഇനി ചെയ്യുമ്പോഴൊക്കെ എന്ത് ചെയ്യുക, ബുക്കിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഒരു റഫ് പേജിൽ എന്ത് ചെയ്യുക, അവിടെ കേട്ടോ നിങ്ങളിത് ചെയ്യേണ്ടത്. ഇങ്ങനെ നോട്ട് ചെയ്താലും കുഴപ്പമില്ല, എവിടെയായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. ഇപ്പോൾ റഫിൽ എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവണ്ട, ഞാൻ എന്തോ ഇതിൽ പറഞ്ഞതാണ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് തന്നിട്ടില്ലേ ഈ റാങ്കുകളൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ സുഖമാണ്, നമുക്ക് ഇവിടെ തന്നെ ഏറ്റവും നമ്പർ ഇങ്ങനെ റാങ്ക് കൊടുത്ത് പോയാൽ മതി. റാങ്കുകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ തൊട്ട് മുന്നത്തെ പോലെ നമുക്ക് നോക്കി അറിയാം ഏതാ വലുത് അടുത്ത വലുത് ഏതാണെന്ന് വെച്ചാൽ നമ്പർ റാങ്ക് കൊടുക്കുക സിമ്പിളാണ്. റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരേപോലത്തെ നമ്പറുകൾ പിന്നെയും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, നിങ്ങൾ എഴുതേണ്ടത് ഒരു ഏറ്റവും വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർക്ക് എഴുതാം. അതായത് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാം. അസെൻഡിങ് ഓർഡർ പറഞ്ഞാൽ അറിയാലോ, എന്താണ്, ചെറുതെന്ന് വലുതിക്കാണ്. ഡിസെൻഡിങ് ഓർഡർ പറഞ്ഞാൽ എന്താണ്, വലുതെന്ന് ചെറുതിക്ക്. ഓക്കെ, ആരോഹണം അവരോഹണം അറിയാലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വലിയ നമ്പറിൽ ചെറിയ നമ്പർ വരുന്ന രീതിയിൽ അതിനെ ഞാൻ ഇപ്പോൾ അറേഞ്ച് ചെയ്ത് എഴുതി. ഇനി റാങ്ക് കൊടുക്കുക കേട്ടോ. റാങ്ക് കൊടുക്കുമ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്തു, ആദ്യം ഇവിടെ എന്താണ് ശരിക്കും ഇവിടെ കൊടുക്കണം. നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ എഴുതി വയ്ക്കുക. സാധാരണ ഇത് റാങ്ക് വരേണ്ട എങ്ങനെയാണ്, നമ്മൾ എടുക്കുന്നതല്ല കേട്ടോ, അതങ്ങോട്ട് എഴുതി വെച്ചു. ഇനി ഇവിടെ കൊടുക്കുക കേട്ടോ. 80 ഫസ്റ്റ് റാങ്ക് കൊടുത്തു, അതിൽ ഒരാളെയുള്ള അപ്പോൾ ഫസ്റ്റ് റാങ്ക് കൊടുത്തു. ഇനി ഇവിടെ ശ്രദ്ധിക്കും കേട്ടോ, 75 2 ആളുണ്ട് അല്ലേ, 75 എന്തുണ്ട്, 2 ആളുണ്ട്. അപ്പോൾ ശരിക്കും ഇവിടെ വരേണ്ട ആൾ രണ്ടാമത്തെ റാങ്ക്, ഇവിടെ മൂന്നാമത്തെ റാങ്കാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ, 75 എന്താണ്, ഇവിടെ നമുക്ക് 75 ആദ്യത്തെ 75 2 റാങ്കും മൂന്നാമത്തെ 75 3 റാങ്കും കൊടുക്കാൻ പറ്റൂല, ഒരേ നമ്പർ ആണല്ലേ, വ്യത്യസ്ത റാങ്ക് കൊടുക്കാൻ പറ്റില്ല. പിന്നെ 2നും രണ്ടാമത്തെ റാങ്ക് കൊടുക്കാനും പറ്റില്ല.
അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നോക്ക്, ശരിക്കും ഇതിന് റാങ്ക് ഏതാണ്? 2 ആണ്. ഇവിടെ ഏതാണ്? 3 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എഴുതി 2 + 3/2. 2 + 3/2 എത്ര നമ്പർ ഉണ്ട്? 2 നമ്പർ. 2 + 3/2 എത്ര കിട്ടുക? 5/2 2.5 കിട്ടും. അപ്പോൾ ഇതിന് കൊടുക്കേണ്ട റാങ്ക് 2.5, ഇതിന് കൊടുക്കേണ്ട റാങ്കും 2.5. സംശയമില്ലല്ലോ, നിന്നു. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ ചോദിക്കും അടുത്തതിന് എന്താ റാങ്ക് കൊടുക്കുക? അടുത്തതിൻ്റെ റാങ്ക് ശരിക്കും ഇതിന് കൊടുക്കേണ്ട റാങ്ക് ഏതാ? 4. ആ റാങ്ക് തന്നെ ഇവിടെ കൊടുക്കുക, സംശയമൊന്നുമില്ല, റിപ്പീറ്റ് ഒന്നുമില്ലല്ലോ. ഇനി ഇവിടെ ശ്രദ്ധിക്കട്ടോ, 64 3 പ്രാവശ്യം ഉണ്ട് അല്ലേ? 3 പ്രാവശ്യം ഉണ്ട് 64. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും ഇവിടെ വരേണ്ട റാങ്കുകൾ ഏതാണ്? 5 + 6 + 7 ആണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 3 ആളല്ലേ, 3 കൊണ്ട് ഹരിച്ചു, ഡിവൈഡ് ചെയ്തു. സംശയമില്ലല്ലോ, 3 ആളുണ്ട്. അപ്പം 5 64 3 പ്രാവശ്യം ഉണ്ട്. അപ്പോൾ ശരിക്കും വരേണ്ട റാങ്ക് 5 6 7 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 18/3. 18/3 എന്ത് കിട്ടും? 6 കിട്ടും. 5 + 6 11, 11 + 7 18, 18/3 6. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? ഇവിടെ 6, ഇവിടെയും 6, ഇവിടെയും 6. സംശയമില്ലല്ലോ, 3 ആക്കും റാങ്ക് 6 കൊടുത്തു. ഇനി ഇവിടെ നോക്കാം, 55-ന് ശരിക്കും വരേണ്ട റാങ്ക് ഏതാ? 8. ആ 8 തന്നെ ഇവിടെ കൊടുക്കുക, സംശയമില്ല. റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഈ സൈഡിലുള്ള റാങ്ക് തന്നെ ഇവിടെ കൊടുക്കാം. ഇവിടെ ഏത് 9 ആണ്, അവിടെ 9 കൊടുത്തു. ഇവിടെ ഏതാണ്? 10 കൊടുത്തു. സംശയമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇത് എന്ത് ചെയ്യുക? എവിടെയെങ്കിലും നിങ്ങൾ നോട്ടിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വയ്ക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇല്ലെങ്കിൽ ഒന്നും കൂടെ അത് കാണാൻ, എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിക്കുക കേട്ടോ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അപ്പോൾ ടെക്സ്റ്റിൽ ഇതേപോലെ അവർ റാങ്ക് ഇതേപോലെ കണ്ടിവിടെ കൊടുത്തിട്ടുണ്ട്. നോക്ക്, നമ്മൾ കണ്ട പോലെ തന്നെ അല്ലേ? 55-ന് എത്ര റാങ്ക് കിട്ടിയത്? 8 റാങ്കാണ്. ഇവിടെ 8 റാങ്ക് തന്നെ. 80-ന് 1 റാങ്കാണ്. 75-ന് 2.5 ആണ്. 64-ന് 6 റാങ്കാണ്. നമ്മൾ കൊടുത്ത റാങ്കുകളൊക്കെ കറക്റ്റാണ്. അപ്പോൾ റാങ്ക് കിട്ടി. ഓക്കെ, ഇനി വൈ ഇതേപോലെ വൈ നമ്മൾ തന്നിട്ടില്ല, രണ്ടാളതല്ലേ കാണാൻ പറഞ്ഞിട്ടുള്ളത്. എക്സിന് നമ്മൾ റാങ്ക് കണ്ടു, വൈൻ്റെ നമ്മൾ ഇതേപോലെ റാങ്ക് കണ്ടുപിടിക്കുക കേട്ടോ. അതിൽ എന്തെങ്കിലും സംശയം നിങ്ങൾ ചോദിക്കുക. ഇത് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ റാങ്കൊന്നും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് നോക്കും കേട്ടോ. കിട്ടുന്നില്ലെങ്കിൽ ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ചെയ്ത് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2ൻ്റെ റാങ്ക് കിട്ടി. നമ്മൾ എന്ത് ചെയ്യുക? റാങ്ക് ഡിഫറൻസ് കണ്ടു, D² കണ്ടു. ഇനി സംശയമില്ലല്ലോ, ഇവിടെ നമുക്ക് റാങ്ക് കാണുന്നതായിരുന്നു സംശയം. ഒരേപോലത്തെ റിപ്പീറ്റ് ചെയ്തത് കൊണ്ട് റാങ്ക് കാണുന്നതായിരുന്നു സംശയം. അപ്പോൾ എന്ത് ചെയ്തു? റാങ്ക് ഡിഫറൻസ് കണ്ടു, അതിൻ്റെ D² കണ്ടു. ഓക്കെ, സമ്മേഷൻ D² എഴുതി. ഇനി നമ്മൾ M എന്ന് പറഞ്ഞിട്ട് ഇക്വേഷനിൽ നമ്മൾ എക്സ്ട്രാ ഒരു കാര്യം പറയുന്നുണ്ട് അല്ലേ? m³ - m/12 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സമ്മേഷൻ D² നമുക്കിവിടെ കണ്ടുവച്ചു. ഇനി എന്താ ഈ m³ - m/12 എന്ന് പറഞ്ഞാൽ? നോക്ക്, ഇവിടെ ശ്രദ്ധിക്കട്ടോ, എത്രയൊക്കെ നമ്പേഴ്സാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? നമ്മളിവിടെ എഴുതി 75 occurs 2 times. ആദ്യം നമ്മൾ ഏതൊക്കെ നമ്പേഴ്സാണ് റിപ്പീറ്റ് ചെയ്യുന്നത് ഇവിടെ എഴുതി വയ്ക്കാം. 75 occurs 2 times. ഓക്കെ, നോക്ക്, ഇവിടെ ഈ ഫസ്റ്റത്തെ ഡാറ്റയിൽ ഏതാ റിപ്പീറ്റ് ചെയ്യുന്നത്? 75 2 പ്രാവശ്യം. അപ്പോൾ ഞാനിത് ഇവിടെ എഴുതി 75 occurs 2 times. ഓക്കെ, അപ്പോൾ നമ്മൾ therefore m = 2 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? നമ്പർ ഏതോ ആയിക്കോട്ടെ, എത്ര ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എടുക്കേണ്ടത്. m2 എന്ന് എടുത്തു, നിൽക്കട്ടെ. ഇനി അടുത്തതിൽ ഏതാ റിപ്പീറ്റ് ചെയ്യുന്നത്? 64 ആണ്. 64 occurs 3 times. 3 ടൈംസ് ഒക്കർ ചെയ്യുന്നുണ്ട്. അപ്പോൾ m = എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. സംശയമില്ലല്ലോ. ഓക്കെ, അടുത്തത് ഈ ഒരു സെറ്റ് ഓഫ് ഡാറ്റയിൽ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ 68 ആണ് അല്ലേ? 68 occurs 2 times. അത് m = 2 എന്ന് എഴുതി. സംശയമില്ലല്ലോ. ഏതൊക്കെ നമ്പർ എത്ര ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു, ഏത് നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല, എത്ര ടൈംസ്. 75 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ m = 2 എന്ന് എടുത്തു. അടുത്തത് 64 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്? m = 3 എന്ന് എടുത്തു. 68 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു. m = 2 എന്ന് എടുത്തു. ഓക്കെ, ഇനി ഇതിൻ്റെ നേരെ തന്നെ നമ്മൾ ആദ്യം എന്ത് എഴുതുക? m³ - m. m എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? 2 ആണ് അല്ലേ? 2³ - 2. 2³ - 2 6 കിട്ടും. അടുത്തവിടെ m എന്താണ്? 3 ആണ്. അതിൻ്റെ നേരെ m³ - m എന്ന് പറഞ്ഞാൽ എന്താണ്? 3³ അല്ലേ? m എന്താണ്? ഇവിടെ 3 ആണ്. അപ്പോൾ 3³ - 3. m ഇവിടെ 3 അല്ലേ? ഇവിടെ 3 ആണ്. അപ്പോൾ 3³ - 3 എന്ത് കിട്ടും? 24. അടുത്ത എന്താണ്? m = 2 ആണ്. അപ്പോൾ 3³ - 3 എന്ത് കിട്ടും? 6 കിട്ടും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ m³ - m. ഇപ്പോൾ എന്താ? m³ - m ഇവിടെ കിട്ടില്ലേ? 6 24 6. ടോട്ടൽ m³ - m എന്ന് പറഞ്ഞാൽ 6 + 24 + 6 എന്താ കിട്ടുക? 36. കിട്ടിയോ? 36. അപ്പോൾ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് പറഞ്ഞിട്ട് 1 - 6 ഇൻറ്റു, ഇവിടെ കണ്ട ഇക്വേഷൻ, 6 ഇൻറ്റു സിഗ്മ D² + m³ - m/12 n × n² - 1. ഓക്കെ, അപ്പോൾ m³ - m എന്ന് പറഞ്ഞാൽ ഇവിടെ m³ - m എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ m³ - mനെയും സമ്മ് ചെയ്യുക. നോക്ക്, ഇവിടെ ഓരോന്നും കിട്ടിയിട്ടുണ്ടല്ലേ? 6 24 6. അതിനൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഇതൊരു 36. അപ്പം m³ - mന് പകരം നമ്മൾ കൊടുക്കേണ്ട 36 ആണ്. സമ്മേഷൻ D² 72 ആണ്.
പിന്നെ എന്താണ് ഇവിടെ 12 ഉണ്ട്, 12 അതേപോലെ കൊടുത്തു, 6 അതേപോലെ കൊടുത്തു, n എന്ന് പറഞ്ഞാൽ 10 ആണ്, 10 സ്ക്വയർ പറഞ്ഞാൽ 100. ഓക്കെ, ഓരോന്നും കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 0.545 കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ പോസ് ചെയ്തിട്ട് ആദ്യം ഇതുവരെ എഴുതുക. ഓക്കെ, പിന്നെ വീഡിയോ പോസ് ചെയ്തിട്ട് ഇതുവരെ എഴുതുക. എഴുതിയിട്ടുണ്ടോ? എഴുതാം കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ റാങ്ക് കോറിലേഷൻ എങ്ങനെയാണ് റിപ്പീറ്റേഷൻ വരുമ്പോൾ റാങ്ക് കാണുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എഴുതാം. ഇവിടെ തന്നിട്ടുണ്ട്, വേണമെങ്കിൽ വായിക്കാൻ വേണമെങ്കിൽ എഴുതാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങളുടേതായ ലാംഗ്വേജിൽ എഴുതി വെച്ചാലും മതി. ഓക്കെ, അപ്പോൾ ഈ അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യന്. ഇതിൻ്റെ റാങ്ക് കോറിലേഷൻ കാണുക കേട്ടോ. നിങ്ങളുടെ ഹോംവർക്കാണ്. അപ്പോൾ ഈ ഹോംവർക്ക് നിങ്ങൾ ചെയ്തിട്ട് ആൻസർ വേണമെങ്കിൽ എന്നോട് ചോദിക്കാം. നിങ്ങൾ എന്ത് ചെയ്യാണ്? പേഴ്സണലായിട്ടോ ഗ്രൂപ്പിൽ എങ്ങനെ ചോദിച്ചാലും കുഴപ്പമില്ല, ഗ്രൂപ്പ് ചോദിച്ചോളൂ, അതാവും നന്നാവുക. എന്താണ് ആൻസർ ചെയ്യട്ടോ, നിങ്ങളുടെ ഹോംവർക്കാണ്. ഓക്കെ, ശരി കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ കേട്ടോ.